എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു യാത്ര പോകാൻ പോവാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചെന്ന് പറയാം. ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോൾ വണ്ടിയൊക്കെ വന്നതിൻ്റെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാട്ടോ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല റഷാണ് ഇപ്പോൾ ഈ സമയത്ത്. ആ ഭാഗത്തായിട്ട് നമ്മുടെ കൊല്ലത്ത് വരുന്ന പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല റഷാണ്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് പോവാം. ഈ WG9 വെച്ച് വരുന്നൊരു വണ്ടി കൊച്ചുവേളി ഷാലിമാർ എക്സ്പ്രസ് ആണ്. ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണ്, AC സ്പെഷ്യലാണ്. ഇത് കാൺപൂർ ഷെഡിൻ്റെ WG9 ആണ് കേട്ടോ ഈ ലോഗോ. ഇതിൻ്റെ നമ്പർ വരുന്നത് 32-439 ആണ്. അവിടെ പരശുറാം എക്സ്പ്രസ് ആണ് കേട്ടോ കയറി വരുന്നത്. നമുക്ക് പോകാനുള്ള വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് 16316. അപ്പോൾ ഇതിനെ കയറിയിട്ട് പോകാൻ പറ്റൂല്ലേ നോക്കണം. കാരണം എൻ്റെ കയ്യിൽ ജനറൽ ടിക്കറ്റാണ്, ഞാൻ റിസർവേഷൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്ത യാത്രയല്ലേ. അപ്പോൾ കയറി അപ്ഗ്രഡേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ തന്നെ പോവാം, അല്ലെങ്കിൽ നമുക്ക് മാറി വേറെ വണ്ടിക്ക് കയറി പോവാം. കൊല്ലത്ത് നിന്ന് നല്ല തിരക്കാട്ടോ കയറാനായിട്ട്. ഞാനിപ്പോൾ ഉള്ളത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ കൊല്ലത്തുനിന്ന് ഞാൻ ഇൻട്രോ എടുത്തിട്ട് കായംകുളത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഏത് ട്രെയിനിലാണ് കയറിയത് എന്താണെന്ന് ഞാൻ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോകുന്നത് ശരിക്കും ബാംഗ്ലൂരിലേക്കാട്ടോ. ഒട്ടും പ്ലാൻ ചെയ്യാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇന്ന് രാവിലെ തോന്നിയൊരു തോന്നലിൽ പോവുകയാണ്. കാരണം നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ കൊച്ചുവേളി മൈസൂരിനൊക്കെ ബുക്കിംഗ് നോക്കി, കറണ്ട് ബുക്കിംഗ് നോക്കിയ സമയത്തൊന്നും അതിൽ കിട്ടിയില്ല. ഞാൻ പിന്നെ അതിൽ കയറി, കൊല്ലത്തുനിന്ന് കൊച്ചുവേളി മൈസൂരിൽ കയറി ഞാൻ സ്ലീപ്പറിൽ കയറി ചോദിച്ചു നോക്കി എങ്ങനെ വേക്കൻസി എല്ലാം ഉണ്ടോ. കിട്ടാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചു നോക്കി. അപ്പോൾ അതിൽ ഇല്ല. പിന്നെ ജനറലിൽ പോയി കയറാൻ നോക്കിയ സമയത്ത് അതിൽ കാല് കുത്താൻ പോയിട്ട് അടുക്കാൻ പറ്റാത്ത തിരക്ക്. അതിൻ്റെ വിഷ്വലി ഞാൻ കാണിക്കുന്നുണ്ട്. ഫുൾ റഷ് എന്ന് പറഞ്ഞാൽ ഫുൾ റഷ്, ഡോറിൽ തൂങ്ങി പിടിച്ച ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഞാൻ കായംകുളത്ത് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കൊല്ലത്തു നിന്നൊരു സ്പെഷ്യൽ ട്രെയിൻ എടുക്കുന്നുണ്ട്, കൊല്ലം ഹുബ്ലി സ്പെഷ്യൽ. അപ്പോൾ ആ വണ്ടി വന്നിട്ട് അതിൻ്റെ ജനറലിൽ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സ്ലീപ്പറിലിട്ട് നല്ല വേക്കൻസി സീറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് പോകാനാണ് പ്ലാൻ. അപ്പോൾ ആ വണ്ടിക്ക് കയറപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങൾക്ക് കൊല്ലത്ത് നിന്ന് കയറിയാൽ പോരാ. പക്ഷെ ഞാനിത് എന്താ പറയുക, മറ്റേ വണ്ടിക്ക് കയറിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കുക എന്നുള്ള നിലയിലാണ് ഞാൻ അതിന് കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താവും എന്നുള്ള അവസ്ഥയൊന്നും അറിയില്ല, നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കേരള എക്സ്പ്രസ്സും ജനശതാബ്ദി എക്സ്പ്രസ് ഇവിടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ കായംകുളത്തേക്ക്. എന്താണ് നമ്മുടെ കൊച്ചുവേളി മൈസൂരിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് അവസ്ഥ. കയറാൻ പോയിട്ട് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് റഷാണ്. RPF ആൾക്കാരെ ഒന്തിത്തള്ളിയാണ് കയറ്റുന്നത് ഉള്ളിലേക്ക്. ഭയങ്കര റഷാണ്. അപ്പോൾ ഇതിനകത്ത് പോക്ക് നടക്കൂല. നമ്മുടെ കേരള സൂപ്പർ ഫാസ്റ്റ് ആണ്, ന്യൂഡൽഹി ടു ട്രിവാൻഡ്രം. അങ്ങനെ കൊല്ലത്തുനിന്ന് എടുക്കുന്ന കൊല്ലം ഹുബ്ലി സ്പെഷ്യൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുമോ നോക്കാം. WG9 തുക്ലക്കാബാദ് ഷെഡിൻ്റെ ലോക്കോ ആണ് കേട്ടോ നമ്മളെ വണ്ടിയുടെ ലോക്കോ വരുന്നത്. ഇതിനകത്താണ് ഈ ആകെ ഒറ്റ ജനറൽ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ പുറകിൽ, അതും SLR കോച്ചാണ്. അല്ലാതെ വേറെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇല്ല, ബാക്കി ഫുള്ള് സ്ലീപ്പർ AC ആണ്. അപ്പോൾ ഇതിനകത്ത് കയറി നോക്കാം, അത് ചോദിച്ചു നോക്കാം വല്ല വഴിയുണ്ടോ എന്നുള്ള കാര്യം. ഞാനിതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി കേട്ടോ. ഞാൻ ആകെ ഒറ്റ ജനറൽ കോച്ചുണ്ടായി, അതായത് SLR കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒന്നുമില്ല കേട്ടോ. ഞാൻ കയറി ടിക്കറ്റ് ചോദിച്ചു നോക്കി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എറണാകുളമൊക്കെ ആകുമ്പോൾ വന്ന് നോക്കൂ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ജനറലിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല.
മിക്കവാറും ചെങ്ങന്നൂരേക്ക് ആകുമ്പോൾ വണ്ടി ഫുള്ളാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വണ്ടി ഫുൾ കാലിയായിട്ടാണ് പോകുന്നത്. ഇത് ശബരിമല സ്പെഷ്യലല്ലേ, അപ്പോൾ ചെങ്ങന്നൂരേക്ക് എത്തുമ്പോൾ വണ്ടി മിക്കവാറും ഫുള്ളാവും. അപ്പോൾ ഞാൻ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. നമ്മളങ്ങനെ ചെങ്ങന്നൂർ എത്തി കേട്ടോ. ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും കയറിയില്ല, കുറച്ച് സ്വാമിമാരെ കയറിയുള്ളൂ. കാരണം വണ്ടിക്ക് ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇതിൽ വന്ന് കയറിയിട്ടില്ല. അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തു. ഇപ്പോൾ പ്ലാറ്റ്ഫോം അങ്ങേ സൈഡിലാണ് കേട്ടോ. ഈ സൈഡിൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് പോകും. അതാണ് ഞാൻ അങ്ങോട്ട് വേഗം വന്നത്. നമ്മളങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ തിരുവല്ലയിൽ നിന്ന് പുറപ്പെട്ടെ. ഇവിടുന്ന് ആരും കയറിയൊന്നുമില്ല നമ്മുടെ വണ്ടിയിൽ. നമ്മളങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയുണ്ടോ. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടേ. പിന്നെ കോട്ടയത്ത് നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 34 മിനിറ്റ് അടുപ്പിച്ച് ഡിലേ ആണ് നമ്മുടെ വണ്ടി. അങ്ങനെ എറണാകുളത്ത് നമ്മുടെ വണ്ടി പുറപ്പെട്ടു കേട്ടോ. ചാലക്കുടി പിടിച്ചിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയത് നമ്മുടെ ട്രിവാൻഡ്രം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ആണ്. ഞാനിപ്പോൾ നമ്മുടെ AC-യുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ TT ഒന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 1 മണിയാവാറായി, പാലക്കാട് എത്താറായി. അപ്പോൾ ഇവിടെ എത്താറായപ്പോഴാണ് സീറ്റ് കിട്ടിയത്. ഞാൻ ഇവിടെ കോട്ടയം തൊട്ടും ഇവിടെ ഇരിക്കുകയാണ്. ടിക്കറ്റ് തിരിച്ച സമയത്ത് വെയിറ്റിംഗ് സീറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ഫുള്ളാണ്. അപ്പോൾ അത് കാരണം വെയിറ്റിംഗ് സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് എന്തായാലും പാലക്കാട് നിന്ന് സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഈ ഒരു ഭാഗത്ത് ഞാൻ ചേട്ടിരിക്കുന്ന ഭാഗത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ
അവരൊക്കെ എന്നോട് ചോദിച്ചു, എന്താ പറയുക, അവിടെ കിടക്കണമെങ്കിൽ കിടന്നോ, ഞങ്ങൾ കുഴപ്പമില്ല, നമുക്ക് ഇതാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ, AC കോച്ചല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു TT എന്താ പറയുക സീറ്റ് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുവരെ ഞാനവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഇപ്പം എന്തായാലും സീറ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പോയി കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നേരെ 1 മണിയായി. ബാക്കി നാളെ രാവിലെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ സമയത്ത് നമ്മളിപ്പോൾ തിരുപ്പട്ടൂർ സ്റ്റേഷൻ കുറച്ച് നേരം നിർത്തിയിട്ട് പോയിട്ട് പോകും കേട്ടോ. നമ്മൾ ഇപ്പോൾ രാത്രി സുഖമായിട്ട് ഉറങ്ങി. ഞാനൊരു 9 മണിക്ക് അലാറം വെച്ചത്, പക്ഷേ എന്നാൽ പോലും ഞാൻ 7 മണിയായപ്പോഴത്തേന് എഴുന്നേറ്റ് കേട്ടോ. അത് രാത്രി കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. അപ്പോൾ നമ്മളങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ജോളാർപേട്ട ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ജോളാർപേട്ട ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പയ്യാട്ടോ പോകുന്നത്. ഇവിടെ 15 kmph ആണ് ഇവിടെ സ്പീഡ്. നല്ല രസമുള്ള കാഴ്ചയാണ് ഈ ട്രെയിൻ വളഞ്ഞു പോകുന്നതാണ്. അത് മഞ്ഞുള്ള സമയത്തൊക്കെ അവിടെ ഒരു ചീനായി വെച്ചിട്ട് ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ബംഗാരപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനൊരു സ്പെഷ്യൽ ട്രെയിൻ ഓൺ ടൈമിനൊരു സ്റ്റേഷനിൽ ഒന്ന് കയറുന്ന കാണുന്നു. അപ്പോൾ ഞാനൊരു ചായ മേടിച്ചു, ചായ അല്ല കോഫി മേടിച്ചു ട്രെയിനിൻ്റെ അകത്ത് നിന്ന്. ചെറിയ കപ്പാണ്, 20 രൂപ കേട്ടോ. പക്ഷേ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബംഗാരപ്പേട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിവിടെ 4 മിനിറ്റ് മുന്നേ ബിഫോർ ടൈമിന് കയറി കേട്ടോ നമ്മുടെ വണ്ടി. അറിയാം, അത് പറയാൻ കാരണം സ്പെഷ്യൽ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം. ഒരു ശബരിമല സ്പെഷ്യലാണ് ഇപ്പോൾ ഇത്. അപ്പോൾ സാധാരണ ഈ സ്പെഷ്യൽ വണ്ടിയൊക്കെ എല്ലായിടത്തും പിടിച്ച് മാക്സിമം ലേറ്റ് ആക്കാവുന്നിടത്തോളം ലേറ്റ് ആക്കിയിട്ടല്ലേ പോവുള്ളൂ. പക്ഷെ എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ നമ്മുടെ വണ്ടി ഇവിടെ എത്തി. ഇവിടെ ഒരു ചേട്ടൻ സമൂസ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പാൻട്രി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. രാവിലെ ഔട്ട്സൈഡ് വെൻഡേഴ്സ് കയറിയിട്ട് ഇഡ്ഡലി പൂരിയൊക്കെ വിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടും അവിടെ സമൂസയൊക്കെ വാങ്ങുന്നുണ്ട്. ബാറ്ററില്ലാത്ത വണ്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡിൻ്റെ കാര്യത്തിൽ കിട്ടാനായിട്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ആകെ ഒരൊറ്റ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഈ വണ്ടിക്കുള്ളൂ ആണല്ലേ. ഇതാണ് എൻ്റെ ജനറൽ കോച്ച് വരുന്നത്. അതിനകത്ത് ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റും പിന്നെ 11 സ്ലീപ്പർ, 5 തേർഡ് AC, ഒരു
സെക്കൻഡ് AC കോച്ചാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കോച്ചിൻ്റെ എണ്ണം വരുന്നത്. രാവിലെ മൊത്തം വന്ദേ ഭാരതിൻ്റെ കളിയാണല്ലോ. അങ്ങനെ വന്ദേ ഭാരതിൻ്റെ ഓവർടേക്ക് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഡിലേഡ് നമ്മളെ വണ്ടി ഇപ്പോൾ ഇവിടെ ബംഗാരപ്പേട്ടിൽ നിന്ന് എടുത്തു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് കുപ്പമാണ്. ഈ വണ്ടിക്ക് സേലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ സ്റ്റോപ്പ് കുറവട്ടോ. സേലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പുള്ള ബംഗാരപ്പേട്ടുള്ള സ്റ്റോപ്പ്, വേറെ എവിടെയും സ്റ്റോപ്പില്ല വണ്ടിക്ക്. ബാംഗ്ലൂർ വരെ നല്ല ഫുള്ളാണ്. പിന്നെ ഡൽഹിയിലേക്ക് അത്യാവശ്യം നല്ലോണം യാത്രക്കാരുണ്ട്. എറണാകുളത്തെപ്പോൾ വണ്ടി ഫുള്ളായി. പിന്നെ ചില ആൾക്കാർക്കുള്ള സംശയമാണ് നമ്മൾ ഈ സീറ്റ് അപ്ഗ്രഡേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് TTക്ക് അധികം പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ആ പൈസ കൊടുക്കുന്നത് TTക്ക് ആണെന്നൊക്കെ. നമ്മൾ TTക്ക് അല്ല കേട്ടോ പൈസ കൊടുക്കുന്നത്. നിങ്ങൾ എന്താ പറയുക, ട്രെയിനിൽ കയറി നിങ്ങളൊരു ജനറൽ ടിക്കറ്റാണുള്ളത്, അല്ലെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റാണുള്ളതെങ്കിൽ KCയിലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ TTയോട് ചോദിച്ചു കഴിയുമ്പം അവർ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തരും. ആ തരുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള ജനറൽ ടിക്കറ്റ് അല്ലെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ പൈസ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. എനിക്ക് 1330 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 200 രൂപയോ അങ്ങനെ എന്തോ ആണ് ജനറൽ ടിക്കറ്റിന് ബാംഗ്ലൂർ വരെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ TTക്ക് പൈസയായിട്ടാണെങ്കിൽ പൈസയായിട്ട് കൊടുക്കാം, അതല്ല ഗൂഗിൾ പേ വഴി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൊടുക്കുന്നതൊക്കെ ശരിക്കും IRCTC അല്ലെങ്കിൽ റെയിൽവേയിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അല്ലാതെ TT നമ്മുടെ നിന്ന് പൈസ മേടിക്കുക അങ്ങനത്തെ കാര്യമൊന്നുമല്ല. കൊടുത്തു കഴിഞ്ഞാൽ അത് റെയിൽവേയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ലിപ്പ് കിട്ടും കേട്ടോ, നമ്മുടെ പേരും ഡീറ്റെയിൽസും ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലിപ്പ് വാങ്ങാൻ അതൊരു കാരണവശാലും മറക്കരുത്. ഇത് എന്തായാലും TTയുടെ എഴുതി വാങ്ങിയേ പറ്റൂ കേട്ടോ. അവർ എന്താ പറയുക തരാമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എഴുതി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഇതെന്തായാലും വാങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പറയുക അടുത്ത TT വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ കുറേ ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുള്ള കണ്ടിട്ടുണ്ട് യാത്രയിൽ. അതാണ് പറഞ്ഞത്. ചിലപ്പോൾ അവർ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് അവരെ തിരക്കിൻ്റെ ഇടയിൽ അവർ പോവും, എന്നിട്ട് അവരെ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ ഇറക്കി പോവുകയും ചെയ്യും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇതില്ലാണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുക അവസാനം പിന്നെ അടുത്ത TT വരുമ്പോൾ പണി കിട്ടും. അപ്പോൾ ഈ സാധനം എന്തായാലും എഴുതി വാങ്ങാം. നേരത്തെ പോയത് SMT ബാംഗ്ലൂർ തിരുപ്പതി ഇന്റർസിറ്റി ആണല്ലോ പോയത്. ഇപ്പോൾ സമയം 9:30 ആവാറായിട്ടോ. പക്ഷേ എന്താ പറയുക ആകെ മൂടിക്കെട്ടി മഴക്കാറ് മൂടി നിൽക്കുക. അതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു സുഖമില്ല. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ കുറയോ കാര്യമൊന്നും എടുത്തിട്ടില്ല. നിന്നൊന്ന് ഇത്ര ഇറങ്ങി പോകുന്നതല്ലേ. നല്ല പറക്കൽ പറക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ G9 നല്ല വിടിയിലാണ് പോകുന്നത് വണ്ടി.
ഇത് 100ന് മേലെ പോകില്ല. പക്ഷെ എന്നാലും കൃഷ്ണരാജപുരത്തിൻ്റെ ഇലക്ട്രിക് ലൊക്കേഷൻ ഉണ്ടായി കാണുന്നത്. ഇലക്ട്രിക്കും ഡീസലൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ KGM-ൽ എത്തിയിട്ടോ, കൃഷ്ണരാജപുരം എത്തിയേ. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കോച്ച്, B2 കോച്ച്. 2021 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കോച്ചാട്ടോ. അത് ഇതിൻ്റെ ലോക്കോ ഒക്കെ ഒന്ന് പോയി നോക്കാം. ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് കണ്ടല്ലേ ഉള്ളൂ. ലോക്കോ നോക്കാൻ പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പോഴത്തേന് വണ്ടി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് SLVT ബാംഗ്ലൂരിൻ്റെ അവിടെ 11:20 എത്തിയാൽ മതി കേട്ടോ. ഇനിയുണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ്. ആകെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ശരിക്കും ടൈമൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ 9:50 പോയി കഴിഞ്ഞാൽ 11:20 അവിടെ എത്തിയാൽ മതി. 1.5 മണിക്കൂർ അടിച്ച് ടൈം. സ്ലീപ്പറൊക്കെ ഏറെക്കുറെ കാലിയായിട്ടോ കൃഷ്ണരാജപുരം ആയപ്പോഴത്തേനെ. ഇനി ബാക്കി ആൾക്കാരും കൂടി KSRL ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി ഓൾമോസ്റ്റ് കാലിയാവും. ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരതിൽ. ഇത്ര ദൂരം ഓടാൻ വേണ്ടിയിട്ടാണ് 1.5 മണിക്കൂർ കൊടുത്തേക്കുന്ന ടൈം. വല്ലാത്ത സ്ലാക്ക് ടൈമായി പോയിട്ടോ. നമ്മളെത്തി. എൻ്റെ പൊന്നെ, അങ്ങനെ നമ്മൾ SLVT ബാംഗ്ലൂരിൽ എത്തിയിട്ടോ. 11:20 എത്തേണ്ട വണ്ടി 10:20 ആയപ്പോഴത്തേന് എത്തിയിട്ടോ. 1 മണിക്കൂർ മുന്നേ അവിടെ എത്തി. അടിപൊളി റാഡി. വല്ലാത്തൊരു സ്നാക്ക് ടൈം ആയിട്ട് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് അവിടെ ലോക്കോയും കാര്യങ്ങൾ നോക്കാം സുഖമായിട്ട്. മുളക്കാബാദ് ഷെഡിൻ്റെ WG9 ലോക്കാണ് കേട്ടോ നമ്മളെ കൊല്ലത്തുനിന്ന് ഇവിടം വരെ കൊണ്ടുവന്നത്. 2 അയ്യപ്പന്മാർ കടന്നത് അടി കൂടുന്നവിടെ. ഇതാട്ടോ അവിടെ വണ്ടിയുടെ നെയിം ബോർഡ് വരുന്നത്. കൊല്ലം ഹുബ്ലി, അതുപോലെ തന്നെ കൊല്ലം ബെൽഗാവി സ്പെഷ്യലായിട്ട് റിക്ഷ. ഇത് കിഡിലെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. എയർപോർട്ട് മാതൃകയുള്ള സ്റ്റേഷനാണ്. ഇവിടെ നീ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കയ്യിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ പെടും. അവരാ നമ്മൾ FOB കയറി എൻട്രൻസിലോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടാണ് എല്ലാവരെയും പുറത്തേക്ക് കടത്തി വിടുന്നത്.
കൊല്ലം ഹുബ്ലി സ്പെഷ്യലിന് കയറി ബാംഗ്ലൂരിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാതെ യാതൊരു മുൻകൂറായിട്ടുള്ള ഒരു കാര്യമില്ലാണ്ട് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചൊരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, സി യു.